KC സണ്ണിക്കുട്ടി സാറിനെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടയത്തിന് വരികയാണ്, വീട്ടിൽ നിന്ന് കയറണം എനിക്ക്. ഞാൻ പാലക്കാട് നമ്മുടെ കാട്ടാന ചവിട്ടിക്കൊന്ന അലൻ്റെ അടക്കമായിരുന്നു. ഞാൻ പാലക്കാട് നിൽക്കുകയാണ്, അലൻ്റെ അടക്കത്തിന് വന്നതാണ്. അവർക്കൊരു സന്തോഷവും ധൈര്യമായിരിക്കുമല്ലോ ഞാൻ വരുന്നത്. സണ്ണിക്കുട്ടി സാർ പറഞ്ഞതാണ്. 3 മക്കൾ മരിച്ചവൻ്റെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. വന്നിട്ട് നല്ലൊരു സ്വോത്രം പറയാത്തൊരു കേട്ടോണം. ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. ജോർജ് ഷോമലിനെ പോലെ, KC സണ്ണിക്കുട്ടിയെപ്പോലെ. സ്തോത്രം. അങ്ങനെ നിരവധമായ ജീവിത ദുരന്തങ്ങളിലൂടെ, ദുരന്തം എന്നുള്ളത് നിങ്ങൾ തെറ്റെടുക്കരുത്, സൂട്ടായിട്ടുള്ള വാക്കല്ല, ദുരന്തമല്ല, ട്രാജഡി അല്ല. സ്തോത്രം. അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ, സഫറിങ്ങിലൂടെ ഒക്കെ കടന്നു പോകുന്ന മനുഷ്യൻ നമ്മുടെ ഇടയിലുണ്ടെന്ന് ഓർത്തോണം. സ്തോത്രം. ആരോഗ്യമുണ്ടായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും കഴിയുന്നില്ല എങ്കിൽ ഇതിനൊക്കെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. മക്കൾ മരിച്ചു, പക്ഷെ അവൻ്റെ ഭക്തി കുറഞ്ഞില്ല. നിങ്ങളുടെ കൽക്കട്ടയിലേക്ക് ഒരു മനുഷ്യൻ വന്നു കേട്ടോ, 1790 കഥയാണ്. വില്യം കേറി 2 മക്കൾ മരിച്ചിട്ട് 2 മക്കൾക്കും പലക കൊണ്ട് ശവപ്പെട്ടി ഉണ്ടാക്കി സ്വന്തം കുഴിയെടുത്ത് അടക്കിയ അപ്പനാണ് പുള്ളി. വില്യം കേറി വില്യങ്ങളുടെ വീടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം. ഭാര്യ 3-ാം ഭാര്യയാണ് ഡൊറോത്തി. ആദ്യ ഭാര്യ മരിക്കുന്നു, 2-ാം ഭാര്യ മരിക്കുന്നു, 3-ാം അവർക്ക് വിഷാദരോഗം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം വില്യങ്ങളുടെ ഭാര്യ ഭ്രാന്തിയായിരുന്നു എന്നുള്ളത്? അവർ നെയ്ക്കഡായിട്ട് ഇറങ്ങി ഓടും. അവരെ മുറിക്കകത്ത് പൂട്ടിയിട്ട ശേഷമാണ് ബൈബിൾ ട്രാൻസ്ലേഷൻ നടത്തിയത്. നിങ്ങൾ മനുഷ്യരെ എങ്ങനെയാണ് കാണുന്നത്? ആത്മീയതയെക്കുറിച്ച് നിസ്സാരമായിട്ട് കാണല് കേട്ടോ. എൻ്റെ വീട്ടിൽ ആഹാരം കുറയത്തിരുന്ന് കീബോർഡിൻ്റെ താളത്തിനൊപ്പിച്ച് പുത്തിരിക്കണ്ടം മൈതാനത്ത് കാണിക്കുന്ന ആത്മീയതയുടെ പേരിൽ ആത്മീയത കേട്ടോ. വായ്പ വാങ്ങാൻ കീബോർഡ് ഒരു വാടക എന്നിട്ടത് പാടുന്നത്. വായ്പ വാങ്ങാൻ ഇടവരികയില്ല എന്ന് പാടുന്ന ആഗോളീകരണത്തിന് അർത്ഥശാസ്ത്രമല്ല, ഉത്തരാധുനിക ദൈവശാസ്ത്രമല്ല. കാർ തരുന്ന, വീട് തരുന്ന, അമേരിക്കയിൽ മാത്രം കൊണ്ടുപോകുന്ന, യേശുവിനെ കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന മെറ്റാഫിസിക്സും ന്യൂറോ തിയോളജിയുമല്ല. 10 മക്കൾ മരിച്ചവന്റെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ള 3 മക്കൾ മരിച്ചവന്റെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വില്യം കേരിയുടെ, ഗ്ലാഡിസിന്റെ, ജോർജ് ഷോമലിന്റെ, KC സണ്ണിക്കുട്ടിയുടെ, CS മാത്യുവിന്റെ ഒക്കെ ചരിത്രം പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. ആത്മീയതയെ വളരെ കാഷ്വലായി എടുക്കുന്നവർ, ക്ലബിൽ പോകുന്നത് പോലെ ഞായറാഴ്ച ഒന്ന് പൊക്കളയാന്ന് പറഞ്ഞ് സാമൂഹ്യമായ ഉദ്ദേശത്തോട് മാത്രം സഭയെ ഗൗരവമായി എടുക്കാതെ പോകുന്നവർ കേൾക്കണം കേട്ടോ. ഒരു മനുഷ്യൻ, ഗ്ലാഡിസ് അറിയാവല്ലോ, 6 വയസ്സും 10 വയസ്സും പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾ, സ്വന്തം ഭർത്താവ് കരിക്കഷ്ണമായി പോയി. ഒറീസയിലെ ബാരിപ്പാട ജില്ലയിൽ ശവപ്പെട്ടിയുടെ അടപ്പ് തുറന്ന് കാണിച്ചില്ല കേട്ടോ. അവസാന ചുംബനം കൊടുക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാണും. അത് കരിക്കഷ്ണമായി പോയി. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞ് പുരോഹിതന്മാർ മൈക്രോഫോൺ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത്, യഹോവ എൻ്റെ ജീവന്റെ ബലം.